സദ്ഗുരു ശരണം ഒരു ലാഭമുള്ള കാര്യം പറയാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ തുണിയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വെറും 48 രൂപയുള്ളൂ ഇതിന്, 1 മീറ്ററിന്. ഇവിടെ തിരുവനന്തപുരത്ത് പോത്തൻകോടുള്ള ഒരു കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു പുതിയ കടയാണ്. ആ കടയുടെ പേര് ഞാൻ പറയാം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അറിയണമെങ്കിൽ കേട്ടോ. ഒരുപാട് മെറ്റീരിയൽസ് ആണ് അവിടെ, വളരെ വിലക്കുറവ്. ഇപ്പോൾ സാരിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, ചുരിദാർ മെറ്റീരിയൽസ്, അതിൽ ഗൗണിലുള്ള മെറ്റീരിയൽസ് എല്ലാം ഒരുപാട് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പറാണ്, വളരെ വിലക്കുറവ്. ഇതൊക്കെ വളരെ നല്ല മെറ്റീരിയലാണ്, കഴുകിയിട്ടൊന്നും കളറേ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു 3 ടോപ്പ് തയ്ച്ചു, കാരണം നമുക്ക് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ആവശ്യമുണ്ടല്ലോ. പക്ഷേ ഇതിലെ തമാശ എന്താണെന്നറിയോ, തുണിക്ക് വെറും 150 രൂപയായുള്ളൂ. ഈ തുണിക്ക് ആകെ 150 രൂപയാണ് എല്ലാം കൂടെ. പിന്നെ ലൈനിങ് തുണി കുറച്ചും കൂടെ വന്നു, ഒരു മീറ്റർ അങ്ങോട്ട് ലൈനിങ് തുണി എടുത്തു. അപ്പോൾ അതിനൊരു 60 രൂപ മറ്റോ വന്നു. പക്ഷെ സ്റ്റിച്ചിങ് ചാർജാണ്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിച്ചിങ് ചാർജ് ആണല്ലോ. അപ്പോൾ എന്നാലും നമ്മുടെ ഇവിടുത്തെ കടയിൽ അത് റീസണബിൾ ആണ്. ഇതുപോലെ സിറ്റിയിലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഭയങ്കര ചാർജ് വാങ്ങിച്ചേനെ. എന്തായാലും സ്റ്റിച്ചിങ് ചാർജ് വെറും 350 രൂപ, വെറും 350 റുപ്പീസ്. പക്ഷേ തുണിയുടെ വില 150, സ്റ്റിച്ചിങ് ചാർജ് 350, പിന്നെ ലൈനിങ്ങിൻ്റെ തുണി 100 രൂപ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 350 പ്ലസ് 150, 450, 500 ഓൾറെഡി. പിന്നെ സ്റ്റിച്ചിങ് പിന്നെ ലൈനിങ് തുണിയും കൂടെ ആകുമ്പോൾ 560, ഇപ്പം ഒരു 560 റുപ്പീസ് ആയി ഇതിന്. ഇപ്പോൾ തുണിക്ക് വില കുറവുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇത്രയും രൂപ കൂടെ ചിലവാക്കിയാലേ നമുക്കൊരു ഡ്രസ്സാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും റെഡിമെയ്ഡ് വാങ്ങിക്കാം. ഇപ്പോൾ ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ വെറും 300 രൂപയ്ക്ക് 400 രൂപയ്ക്കൊക്കെ അടിപൊളി ഡിസൈനും പാറ്റേണും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ പക്ഷെ ചിലപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തുണി എടുത്ത് തയ്ക്കാനും നമുക്ക് കറക്റ്റ് ഫിറ്റിങ്ങിലൊക്കെ കിട്ടാനും ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് തയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ എടുത്ത് തയ്ക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് പോയി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കടയാണ് കേട്ടോ അത്. ഇത് ഇഷ്ടപ്പെട്ടാൽ പറയണേ. ഇത് തയ്ച്ചത് നമ്മുടെ ആശ്രമത്തിൻ്റെ സ്റ്റിച്ചിങ് സെൻറ്ററിലാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്റ്റിച്ചിങ് സെൻറ്ററുണ്ട്, ഒരു ചെറിയൊരു സെൻറ്ററാണ്. അതിൻ്റെ പേര് വളരെ അപൂർവമായിട്ടുള്ളൊരു പേരാണ്, ഗുരു ഇട്ട പേരാണ്. സുഖം തരും പുടവ എന്നാണ് നമ്മുടെ തയ്യൽക്കടയുടെ പേര്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനത് തയ്ച്ചത്. പക്ഷെ അവർ നന്നായിട്ട് തയ്ച്ചിട്ടുണ്ട്, അല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മീൻസ് ഒത്തിരി ലൂസായിരുന്നു ആദ്യം, പിന്നെ ഞാനത് കൊണ്ടുപോയി ചെറുതാക്കി. പക്ഷേ നല്ല ഡീസൻ്റ് ആയിട്ട് തയ്ച്ചിട്ടുണ്ട്. എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോ കാണുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇന്നലെ മുതൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഒന്ന് കാണുക, കേൾക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക. വാച്ച്, ലിസൺ, റിപ്പീറ്റ് ആൻഡ് സ്പീക്ക്. അത് നല്ലൊരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് അങ്ങനെ വീഡിയോസ് എടുത്തു തുടങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ്, റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെ സംസാരിക്കും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ എടുത്തു, മീൻസ് ഇംഗ്ലീഷിൽ, സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് നോർമൽ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടാം. അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇംഗ്ലീഷ് ഗുരുവിലൊന്ന് എല്ലാവരും ഒന്ന് കയറി നോക്കിയാൽ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ അതിലിനി അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പം ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പറയാം കേട്ടോ. ഇംഗ്ലീഷ് ഗുരുവിൽ ഒരു ഷാൻഡലിയർ കോൺടെസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സ് ആണ് അത്. പക്ഷേ ആരും കണ്ടിട്ടില്ല. അതിൽ ഞാനൊരു 7 ഷാൻഡലിയേഴ്സിൻ്റെ പടം ഇങ്ങനെ കാണിക്കുന്നുണ്ട്, വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 7 ഷാൻഡലിയേഴ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാൻഡലിയർ ഏതാണെന്ന് നിങ്ങൾ നമ്പർ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10-ാം തീയതിക്ക് മുമ്പ്, 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, 10-ാം തീയതി രാത്രി 10 മണി വരെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കുറേ പേരത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്ന് ഒരു 3 പേർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷേ അതിലിപ്പോൾ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളിത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ. ഒരു സൂപ്പർ ഗിഫ്റ്റ്സ് ആയിരിക്കും. മീൻസ് കുറേ പേര് കമൻറ്റ് ചെയ്താലല്ലേ അതിൽ നമുക്ക് നറുക്കിട്ടെടുക്കുന്നതിലൊക്കെ ഒരു അർത്ഥമുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയിട്ട് അതിൽ ഏത് ഷാൻഡലിയറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ അതിൻ്റെ നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് സെലക്ട് ചെയ്യുന്ന ഷാൻഡലിയർ അത് സെലക്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് നമ്മൾ 3 പേരെ നമ്മൾ ലോട്ടിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ പ്ലീസ് ഡു കമൻറ്റ് ഓൺ ദാറ്റ് വീഡിയോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. സദ്ഗുരു ശരണം.